കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണ് രണ്ട് സഭാ വിഭാഗങ്ങൾ തമ്മിലുള്ള രൂക്ഷമായിരിക്കുന്ന വാക്കേറ്റങ്ങൾ. എല്ലാവരും അതിൽ പങ്കെടുക്കുന്നില്ല എങ്കിലും പല ആളുകളും ഒരു കൂട്ടര് അവരുടെ ഭാഗത്ത് നീതീകരിച്ച് പറയും, മറ്റേ കൂട്ടര് അവരുടെ ഭാഗത്ത് നീതീകരിച്ച് പറയും. ഈ സോഷ്യൽ മീഡിയയിൽ പരസ്പരം ചെളി വാരി എറിഞ്ഞ് വിഷയം വല്ലാതെ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തില് ഉപദേശപരമായ വിഷയങ്ങളിൽ അതിശക്തമായ നിലയിലുള്ള ഡിഫൻസ് കഴിഞ്ഞ നാളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം നിങ്ങൾക്കറിയാം, പറയാനുള്ള കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ഏതെങ്കിലും വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു സഭയുടെ പ്രത്യേകമായിരിക്കുന്ന സംവിധാനത്തെ അവലംബിച്ച് സംസാരിക്കുന്ന ഒരു രീതി ഞാൻ അവലംബിച്ചിട്ടില്ല. അതുകൊണ്ട് ഏതെങ്കിലും നിലയിലുള്ള പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്നുള്ളതാണല്ലോ ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഉപദേശപരമായ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ 21-ാം നൂറ്റാണ്ടിൽ മാത്രമുള്ള ഒരു വിഷയമല്ല. പല സഭകളുടെയും ഉപദേശ വിഷയങ്ങളിൽ കൃത്യത പാലിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പ്രായോഗിക വശം വരുമ്പോൾ അതിശക്തമായ നിലയിൽ പരാജയപ്പെടുകയും പരാജയപ്പെടുന്ന വിഷയങ്ങളിൽ സഹായമായി നിൽക്കാത്തവരെ പൈശാചികമായി ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ ഈ ആത്മീയ ലോകത്ത് ധാരാളമുണ്ട്. ഞാൻ അതിന്റെ ഗുണഭോക്താവാണ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കുത്തകാവകാശമായി നൽകപ്പെട്ട ഒന്നാണോ എന്ന്. ഞാൻ വേദപുസ്തകം സസൂക്ഷ്മം വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു നഗ്ന യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പാകെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ നഗ്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, വേദപുസ്തക ചരിത്രത്തിന്റെ കാലം മുതൽ തന്നെ ഉപദേശ വിഷയങ്ങളിലും പ്രായോഗിക തലങ്ങളിലും വൈവിധ്യതയുള്ള സഭാവിഭാഗങ്ങളും അവർ തമ്മിലുള്ള പരസ്പരമുള്ള വൈരാഗ്യപരമായ സമീപനങ്ങളും സഭാ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മാർട്ടിൻ ലൂതർ സ്വിംഗ്ലിയുമായി വേണ്ടത്ര നിലയിൽ അടുപ്പമുണ്ടായിരുന്ന ആളായിരുന്നില്ല. ജോർജ് വൈറ്റ്ഫീൽഡും അതുപോലെ തന്നെ ജോൺ വൈക്ലിഫും തമ്മിൽ വളരെ ജോൺ വെസ്ലി ഐ തിങ്ക് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. പരസ്പരം വേദികൾ പങ്കിടാൻ കഴിയാത്ത നിലയിലുള്ള എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിലും അവർക്ക് മറ്റൊരാളോടുള്ള അവരുടെ എസ്റ്റീം, അതായത് മറ്റൊരാളെ ഈ ആളെ വിലമതിച്ചിരുന്നത് വളരെ ശ്രദ്ധേയമായ നിലയിലാണ്. അത് ഞാൻ ഇതിനു മുമ്പ് 1-2 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് വ്യക്തിപരമായി ഉപദേശപരമായ വിഷയങ്ങളിൽ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള പല ആളുകളുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്നെ വ്യത്യസ്തനായ വ്യക്തിയാക്കി തീർക്കുന്നത്, ഞാൻ മുറുകെ പിടിക്കുന്ന ഉപദേശ വിഷയങ്ങൾ അതുപോലെ തന്നെ മറ്റൊരാൾ മുറുകെ പിടിച്ചാൽ മാത്രമേ ആളിനെ സ്നേഹിക്കാനാവൂ, അദ്ദേഹത്തെ ദൈവവേദനായി കണക്കാക്കാനാവൂ, സ്വർഗരാജ്യത്തിന്റെ സഹഭടനായി അദ്ദേഹത്തെ എണ്ണാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന ഒരു മനോഭാവം എനിക്കിതുവരെയില്ല. അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ അളവറ്റ കൃപയാലും കരുണയാലും തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നിയമരക്തം കൊണ്ട് പാപമോചനം ലഭിച്ച ഒരു മനുഷ്യനാണ് ഞാൻ എന്ന് മാത്രമല്ല, നമ്മുടെ ടി കോശിയച്ചൻ എഴുതി വെച്ചിരിക്കുന്ന പോലെ കൃപയാലെ രക്ഷപ്പെട്ട പാപിയാണ് ഞാൻ. കൃപയാലെ രക്ഷപ്പെട്ട പാപിയാണ്. അപ്പോൾ കൃപയാലെ രക്ഷപ്പെട്ട പാപിയായ ഞാൻ ദൈവസന്നിധിയിൽ കർത്താവിന്റെ ആർദ്ര കരുണ കൊണ്ട് ഒരു ദൈവവേദനായി ജീവിക്കുന്നു എന്നുള്ളതാണ് സത്യം. എന്നെപ്പോലെ അസംഖ്യം ആളുകൾ രക്ഷിക്കപ്പെട്ട രക്ഷിതഗണങ്ങളായി സ്വർഗരാജ്യത്തിന് അവകാശികളായിട്ടുണ്ട്. ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന സമൂഹം വേർപെട്ട സമൂഹമാണെന്ന് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം.
ഞാൻ നിൽക്കുന്ന സമൂഹം വേർപാട് സമൂഹമാണ്. വേർപാട് സമൂഹത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് സ്വർഗരാജ്യത്തിന്റെ ഏക അവകാശികളെന്നോ അവർ മാത്രമാണ് 100% പൂർണ്ണത പാലിക്കുന്ന വിഭാഗമെന്നോ ഞാൻ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. കാരണം ലൂക്കോസ് സുവിശേഷത്തിൽ യേശു പറഞ്ഞിങ്ങനെയാണ്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും അനേകർ വന്ന് ദൈവരാജ്യത്തിന്റെ പന്തിയിലേക്ക്. ഇപ്പൊ ദൈവരാജ്യത്തിന്റെ പന്തിയിൽ കർത്താവിനൂടെ സന്തോഷം പങ്കിടുന്ന വിശുദ്ധന്മാരുടെ സംഘത്തിൽ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് നിന്ന് വടക്ക് നിന്ന് തെക്ക് നിന്നൊക്കെ വരുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും. മനുഷ്യന്റെ മരണത്തിന് അപ്പുറത്തുള്ള ജീവിതത്തെ സംബന്ധിച്ചും സ്വർഗരാജ്യത്തിന്റെ സാധുതയെ സംബന്ധിച്ചും യേശുക്രിസ്തു മറുപടി പറയുമ്പോൾ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. അവൻ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ് എന്ന് പറയുമ്പോൾ ബഹുഭാര്യത്വം സ്വീകരിച്ചിരുന്ന അബ്രഹാമും ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇസ്ഹാക്കും 2 ഔദ്യോഗിക ഭാര്യമാരും വെപ്പാട്ടിമാരും ഉണ്ടായിരുന്ന യാക്കോബും ഇവരെല്ലാം വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വരികയും അവരെ സ്വർഗരാജ്യത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരായി യേശുക്രിസ്തു പ്രസ്താവിക്കുകയും ചെയ്യുകയാണ്. ഏതെങ്കിലും വചനത്തെ ശരിയായ നിലയിൽ വിവക്ഷിക്കാൻ മനസ്സില്ലാത്തവരും എന്റെ വായിൽ നിന്ന് വീണ് കിട്ടുന്ന ഒരു വാക്ക് അടർത്തി എടുത്തുകൊണ്ട് പോയി അത് വട്ടുതട്ടി എന്നെ ആക്ഷേപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ വാചകം ഒരു പക്ഷെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള ചർച്ചയ്ക്ക് മതിയായ വാക്കായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിന് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു, യാക്കോബിന് 2 ഭാര്യമാരും 2 വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. അവരൊക്കെ സ്വർഗരാജ്യത്തിന് അവകാശികളാണ്. അപ്പോൾ അങ്ങനെ ആയാലും കുഴപ്പമില്ല, സ്വർഗരാജ്യം കിട്ടുമെന്ന് അധ്യായം പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എന്നെ തട്ടാനുള്ള ഒരു ഉപാധിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. പത്രോസ് പൗലോസിനെ കുറിച്ച് പറയുമ്പോൾ അവണ്ണം തന്നെ നമ്മുടെ സഹോദരനായ പൗലോസും ഈ വക കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. എന്നാൽ കാര്യങ്ങളെ ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ചില ആളുകൾ അവയും ശേഷം തിരുവഴുത്തുകളെ പോലെ തന്നെ കോട്ടിക്കളയുന്നു, തങ്ങൾ നാശത്തിനായി കോട്ടിക്കളയുന്നു എന്നാണ് പത്രോസ് പറഞ്ഞത്. കണ്ണുതരമായി പൗലോസ് പറഞ്ഞ പല കാര്യങ്ങളും ആ കാലത്ത് യാഥാസ്ഥികരാകുന്ന യഹൂദന്മാർക്ക് അംഗീകരിക്കാനോ വിശ്വസിക്കാനോ പൊരുൾ തിരിച്ച് മനസ്സിലാക്കാനോ സാധിച്ചിരുന്നില്ല. ഞാനും നിങ്ങളും ചിന്തിക്കുന്ന പോലെ സ്വർഗരാജ്യം ഒരു ഇടുങ്ങിയ സ്ഥലമല്ല. അത് രക്ഷിക്കപ്പെടുന്ന ദൈവമക്കളെ എല്ലാവരെയും സ്വീകരിക്കുന്ന ഒന്നാണ്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാം. എന്റെ ചിന്താഗതികൾക്ക് മാറ്റം വന്നിട്ടുണ്ടെന്നൊരു പക്ഷെങ്കിൽ നിങ്ങൾ വിലയിരുത്തും. അത് മാറ്റമല്ല, ഞാൻ പറയുന്ന യഥാർത്ഥ സംഗതിയാണ്. സ്വർഗരാജ്യത്തിന്റെ വിശാലമായ വീതിയിൽ അല്ലെങ്കിൽ പന്തിയിൽ കർത്താവ് സ്നേഹിച്ച എല്ലാവരും ഉണ്ടായിരിക്കും. ആദാം മുതൽ ഏദൻ പർദീസയിൽ മൃഗത്തിന്റെ യാഗം കൊണ്ട് നഗ്നത മറയ്ക്കപ്പെടുവാൻ തോലുകൊണ്ട് ഉടുപ്പിച്ച് നഗ്നത മറയ്ക്കപ്പെട്ട ആദാം തുടങ്ങി വിശ്വാസ വീരന്മാരിൽ ആദ്യമായി പട്ടുപോയ ഹാബേൽ തുടങ്ങി യഹോവയുടെ നാമത്തുള്ള ആരാധന ആവിർഭവിക്കുവാൻ കാരണമായി തീർന്ന ഏനോഷ്, ശേത്തിന്റെ മകനായ ഏനോഷ് തുടങ്ങി വിശ്വാസ വീരനായിരുന്ന നോഹ തുടങ്ങി കർത്താവ് 1000 ദൂതന്മാരുമായി ഈ ഭൂമിയെ ന്യായം വിധിക്കാൻ വരുമെന്ന് ആ തലമുറയിൽ അന്നത്തെ ലോകത്തോട് പ്രസംഗിച്ച ഹാരോക്ക് തുടങ്ങി കോടാനുകോടി വിശുദ്ധന്മാരുടെ സങ്കേത സ്ഥലമായിരിക്കും സ്വർഗം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെ അതുപോലെ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവനെ കണ്ടം ചെയ്യണം അല്ലെങ്കിൽ ശിക്ഷിക്കണം എന്ന് പറയുന്ന തത്വശാസ്ത്രത്തോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഇവിടെ വേർപാടുകാരായ സഹോദരന്മാർ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, പെന്തക്കോസ്തുകാരായ ചില ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവരെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ വാസ്തവത്തിൽ നമുക്ക് ആവശ്യമായത് എന്താണ്? നമുക്ക് ആവശ്യമായത് സ്വർഗരാജ്യത്തെക്കുറിച്ചും അതിലേക്കുള്ള പ്രവേശന മാർഗത്തെക്കുറിച്ചുമുള്ള ശരിയായ ഉപദേശമാണ്. അതിന് സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു താൻ ശുശ്രൂഷ ചെയ്ത തന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജാതികളിലെ പരീശന്മാരോടും ശാസ്ത്രിമാരോടും സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, പരീശന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, പരീശന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, ശാസ്ത്രിമാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം.
നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവരെ കർത്താവ് സംഭവം ചെയ്ത് വെള്ള തേച്ച ശവക്കല്ലറകളെ എന്നാണ്. എന്താ ഈ വെള്ള തേച്ച ശവക്കല്ലറ സംഭവം ചെയ്യാൻ കാരണം? ശവക്കല്ലറകളുടെ മുകളിൽ ആ കാലത്ത് കുമ്മായമാണ് തേക്കുന്നത്. അത് വെച്ചാൽ വെള്ള നിറത്തിലിരിക്കും. നമ്മുടെയൊക്കെ പഴയ കാലത്തെ വീടുകൾക്ക് ഈ സിമെന്റും ആന്തരിക പെയിന്റും ഒന്നും വരുന്നതിന് മുമ്പ് കുമ്മായമായിരുന്നു. ചുണ്ണാമ്പ് കട്ടയിൽ നിന്ന് ഉണ്ടാക്കുന്ന കുമ്മായമാണ് പൂശിക്കിടുന്നത്. ശവകുടീരങ്ങളുടെ മുകൾ വശം കുമ്മായം പൂശി വെളുപ്പിച്ചിട്ടാലും അതിന്റെ അകത്ത് ജീർണിച്ച അസ്ഥി കഷ്ണങ്ങളും നാറ്റം വമിക്കുന്ന മാംസകഷ്ണങ്ങളുമാണ് ഉള്ളതെന്ന് കർത്താവിനറിയുക. കർത്താവ് അവരെ ഉപമിച്ചത് വെള്ള തേച്ച ശവക്കല്ലറയോടാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ എന്ത് ചെയ്യുന്നു? സകലത്തിലും ചീരയിലും ചതവുപ്പയിലും ജീരകത്തിലും എല്ലാം പതാരം കൊടുക്കുന്നു. ആഴ്ചയിൽ 2-3 വട്ടം ഉപവസിക്കുന്നു. ദേവാലയത്തിൽ പോകുന്നു. ഇതെല്ലാം ചെയ്യുന്നു. പക്ഷേ നിങ്ങളുടെ ഹൃദയം എന്ന് വളരെ ദൂരത്തായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഗൗരവതരമായ നിലയിൽ കർത്താവായ യേശു ഒരു മറുപടിയും കൂടെ അവിടെ പറഞ്ഞു. നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും വേശ്യമാരും ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. വളരെ ഗൗരവതരമാകുന്ന ഒരു ഉത്തരമാണ്. നിങ്ങൾക്ക് മുമ്പ് ഏതാ പതാരം കൊടുക്കുന്ന, കൃത്യമായി പതാരം കൊടുക്കുന്ന, ദേവാലയത്തിൽ ചെല്ലുന്ന, തൊട്ടടുത്ത് നിൽക്കുന്ന ചുങ്കക്കാരനെ വിറച്ചുകൊണ്ട് ആ കൃപാസുരത്തോട് അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ ഭയപ്പെട്ട് ദൂരവേ മാറി നിന്ന് മാറത്തടിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ കർത്താവായ യഹോവേ, ഞാൻ ആഴ്ചയിൽ 3 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനേക്കാൾ വളരെ നീതിമാനായതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് സ്വയം പുകഴ്ത്തി പറഞ്ഞ പരീക്ഷന്മാരോടും ശാസ്ത്രിമാരോടും കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പേ ചുങ്കക്കാരും പാപികളും വേശ്യമാരും ദൈവരാജ്യത്തിൽ കടന്നിരിക്കുന്നുവെന്ന്. വളരെ ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. കർത്താവ് തന്നെ അവിടെ പറഞ്ഞു, മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാളും മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ ദൈവദൂതന്മാർ മധ്യേ അധികം സന്തോഷമുണ്ടാകും. ഇവിടെ എന്താവശ്യം? ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, സ്വർഗരാജ്യ പ്രവേശത്തിന് ഒരുവനെ യോഗ്യനാക്കുന്നത് എങ്ങനെയെന്ന് ലോകത്തോട് പറയുക. സ്വർഗരാജ്യത്തിൽ ഒരാൾ എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? ഏതെങ്കിലും പ്രത്യേക സഭയുടെ മെമ്പർഷിപ്പ് വെച്ചുകൊണ്ടല്ല. ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാൻ നിൽക്കുന്ന വേർപാട് സഭയിലെ അംഗങ്ങളെല്ലാവരും സ്വർഗരാജ്യത്തിന്റെ അംഗങ്ങളായിരിക്കുമെന്നും അതിനകത്തൂടെ മാത്രമേ ഒരാൾക്ക് സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് കാരണം അത് 1824 അയർലൻഡിലെ ഡബ്ലിനിൽ ആവിർഭവിച്ച ഒരു മൂവ്മെന്റാണ്. ഒരു 200-250 വർഷത്തെ പഴക്കം കാണും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും പ്രത്യേക സഭാവിഭാഗത്തിന്റെ ഡോറിൽ കൂടി ദൈവം രക്ഷാമാർഗം ലോകത്തിന് ഒരുക്കിയതായി വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. യോഹന്നാൻ 10 യേശു പറഞ്ഞത് ഞാൻ വാതിലാകുന്നു എന്നാണ്. ഞാൻ വാതിൽ ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുന്നു. യോഹന്നാൻ 14 യേശു പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുന്നില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട വിഷയം, സ്വർഗരാജ്യം വളരെ വിശാലമായ ഒരു കൺസെപ്റ്റാണ്. അതിലേക്കുള്ള പ്രവേശന മാർഗം ദൈവം തന്നിരിക്കുന്നത് 3 മാർഗമാണ്. 1 മാനസാന്തരം, 2 പാപമോചനം, 3 യേശുക്രിസ്തുവിന്റെ കാൽവരിലെ ക്രൂശിലെ ബലിമരണത്തിലുള്ള വിശ്വാസം. മാനസാന്തരം ആവശ്യമാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ ബലിമരണത്തിൽ അധിഷ്ഠിതമായുള്ള വിശ്വാസത്താലുള്ള പാപമോചനം ആവശ്യമാണ്. ഇത് പ്രാപിച്ചവരെല്ലാം സ്വർഗരാജ്യത്തിന്റെ അവകാശികളാണ്. ഇവിടെ കിടന്ന തടിയ ഒരു കൂട്ടർ സ്വർണം ഉപയോഗിക്കാമോ? വേറൊരു കൂട്ടർ പാപമാണ്, ഉപയോഗിക്കാൻ പാടില്ല. സ്വർണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഓച്ചാനം വരുന്ന ദൈവം. അതാണ് ഒരു ഗ്രൂപ്പിലെ ചർച്ച. ഞാൻ സ്വർണത്തിന് വേണ്ടി വാദിക്കുകയോ സ്വർണ്ണം ഇടണമെന്ന് ഉപദേശിക്കുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇനി അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അത് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലതാണെന്ന് എല്ലാ കാലത്തും ഞാൻ പറയുന്നു. കാര്യം കള്ളന്മാരാലുള്ള ഭീതിയില്ല. 2 സ്വൈര്യമായിട്ട് എവിടെയെങ്കിലും പോകാനും വരാനും ഒക്കെ യാത്ര ചെയ്യാനുള്ള സാവകാശമുണ്ടാകും. ഇതൊക്കെ നല്ല കാര്യമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ദൈവസഭ എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രാദേശിക സഭയുടെ കൺസെപ്റ്റിലാണോ പശ്ചാത്തലത്തിലാണോ മനസ്സിലാക്കുന്നത്? വിശുദ്ധ വേദപുസ്തകത്തില് ദൈവസഭ എന്ന് പറയുന്ന കർത്താവിന്റെ ശരീരമായ സഭയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെക്കുറിച്ചാണ്. യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭ. ആ സഭയുടെ പ്രത്യേകത എന്താ? പെന്തിക്കോസ്ത് നാൾ മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരെയുള്ള കാലഘട്ടങ്ങളിൽ സകല ഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിലുള്ളവരായി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട
സകല വിശ്വാസികളും ചേർന്നതാണ് ആ സഭ. അപ്പോൾ ഇവിടെ ഈ ദിവസങ്ങളിൽ എന്നോട് ചില ആളുകൾ എഴുതി ചോദിച്ചു, നിങ്ങൾ അറിയാവുന്ന പോലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായി വന്നിട്ടില്ല. അപ്പോൾ ചില ചോദിച്ചു, ഓർത്തഡോക്സ് സഭയിൽ നന്നായി സുവിശേഷം പ്രസംഗിക്കുന്ന ചില അച്ഛന്മാരുണ്ട്. എല്ലാ അച്ഛന്മാരും ഇല്ല, ചില അച്ഛന്മാരുണ്ട്. നമ്മുടെ വേർപാടുകാരും പ്രസംഗിക്കുന്നത് പോലെ കൃത്യമായി സുവിശേഷം പ്രസംഗിക്കുന്ന, പാപമോചനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ചില അച്ഛന്മാരുണ്ട്. ചില മെത്രാപ്പോലിത്തമാരുടെ പ്രസംഗം ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ടു. കറയറ്റ സുവിശേഷം പച്ചയായി പറയുന്ന ചില ആളുകൾ ഞാൻ കേട്ടു. അവർ ഓർത്തഡോക്സ് ഉള്ളവരാണ്. യാക്കോബ സഭയിൽ അങ്ങനെയുള്ളവരുണ്ട്, CSIയിലെ സഭയിൽ അങ്ങനെയുണ്ട്, CNAയിൽ അങ്ങനെയുണ്ട്. മാർത്തോമാ സഭയിൽ പച്ചയായ സുവിശേഷം വളരെ ദൈവാത്മശക്തിയോട് സംസാരിക്കുന്ന ചില പുരോഹിതന്മാരെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലുമുണ്ട്. അവരുടെ കൺവെൻഷൻ പ്രസംഗങ്ങളൊക്കെ ഇവിടെ എടുത്ത് അവര് അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നല്ല ശക്തമായി സംസാരിക്കുന്ന ഉള്ളവരുണ്ട്, എന്നാൽ സംസാരിക്കാത്തവരുമുണ്ട്. അപ്പോൾ ഇവർ മുഖാന്തരമായി അറിയിപ്പിക്കപ്പെടുന്ന സുവിശേഷം കേട്ട് വിശ്വസിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മാർത്തോമാ സഭയിലെ കരുത്തനായ ഒരു സുവിശേഷ പ്രസംഗിയായിരിക്കുന്ന ഒരു ഉപദേശിയോ ഒരു പുരോഹിതനോ പ്രസംഗിച്ച് കേട്ട സുവിശേഷം കേട്ട് വീണ്ടും ജന്മം പ്രാപിച്ച ധാരാളം ആളുകൾ അവിടെയുമുണ്ട്. റോമൻ കത്തോലിക്ക സഭയിൽ കരിസ്മാറ്റിക് മൂവ്മെന്റിൽ കൂടി സുവിശേഷത്തിന്റെ സന്ദേശം കേട്ട് രക്ഷിക്കപ്പെട്ട ധാരാളം ആളുകളെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. ഫിലോകാലിയ മിനിസ്ട്രി ചെയ്യുന്ന ഒരാളുണ്ട്, നിങ്ങൾക്കറിയാവുന്നതാണ്. അത് ഭാര്യയും ഭർത്താവും, നല്ലൊരു കൗൺസിലറാണ് അദ്ദേഹം. നന്നായി ദൈവവചനം സംസാരം, പ്രത്യേകിച്ച് യുവജനങ്ങളോട് വളരെ ശക്തമായി ഇടപെടാൻ കഴിവുള്ള ബഹുഭാഷാ വിദഗ്ധനായിരിക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ റോമൻ കത്തോലിക്ക വിശ്വാസ അധിഷ്ഠിതമാകുന്ന പശ്ചാത്തലങ്ങളെ ഞാൻ അംഗീകരിക്കുന്നില്ല. അതായത് മാതാവിനുള്ള പ്രാർത്ഥന, പുണ്യവാളന്മാരുള്ള വണക്കം, കുരിശു വരയ്ക്കല്, ഇങ്ങനെയുള്ള സംഗതികളൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല, അത് വിശ്വസിക്കുന്നുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ചില ആയിരക്കണക്കിന് മെസ്സേജുകൾ, നല്ല ക്വാളിറ്റിയുള്ള യൂട്യൂബ് മെസ്സേജുകളുമുണ്ട്. ചിലത് ഷോർട്ടും ചിലത് ലോങ്ങുമാണ്. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുകയും വായിക്കാറുണ്ട്. അനേക ആളുകളെ യേശുക്രിസ്തു മുഖാന്തരമുള്ള പാപമോചനത്തിലേക്ക് അദ്ദേഹത്തിന്റെ സ്പീച്ചസ് നടത്തുന്നുണ്ട്. ഞാനീ പറഞ്ഞത് പണ്ടൊരു ദേവദാസൻ പറഞ്ഞു, സം ത്രൂ ദി വാട്ടർ, സം ത്രൂ ദി ഫയർ, ബട്ട് ഓൾ ത്രൂ ദ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. ചില വെള്ളത്തിലൂടെ, ചില തീയിലൂടെ, എന്നാൽ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ. അത് മനസ്സിലാക്കണം. അപ്പോൾ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളായ ആളുകളുടെ വലിയൊരു സമൂഹം, എണ്ണിക്കൂടാത്തൊരു മഹാപുരുഷാരും സ്വർഗരാജ്യത്തിന് അവകാശികളാണ്. അവർ ദൈവസഭയുടെ അംഗങ്ങളാണ്. അതിൽ നല്ലൊരു ശതമാനം ആളുകളും നാം പ്രതീക്ഷിക്കാത്ത, നാം ചിന്തിക്കാത്ത സഭാ പശ്ചാത്തലങ്ങളിൽ ഇന്ന് രക്ഷിക്കപ്പെട്ടവരായി അവിടെ തുടരുന്നവരാണ്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞതെന്നറിയാമോ, ഒരാൾ ശരിയായി രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ നിശ്ചയമായും അദ്ദേഹം സ്നാനപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ അയാൾ ശരിയായി രക്ഷിക്കപ്പെട്ട ആളല്ലെന്ന്. ഇതൊക്കെ നമ്മളെങ്ങനെ അറിയുന്ന ഒരുത്തൻ രക്ഷിക്കപ്പെട്ടാന്നോ ഇല്ലയോ എന്ന്. അപ്പം വേദപുസ്തകത്തിനകത്ത് വേർപാടുകാരുടെ ഏറ്റവും അധികം വേദപുസ്തക വ്യാഖ്യാന ഗ്രന്ഥം എഴുതുകയും വേർപാടുകാരുടെ വീടുകളിലെല്ലാം സൂക്ഷിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥങ്ങളുടെ നിർമ്മാതാവായവരാണ് വില്യം മാഗ്നോണാൾ. അതേ MOSന് വേണ്ടി എഴുതിയ ഒരു കറസ്പോണ്ടൻസ് ബുക്ക് ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഞാൻ പരിഭാഷപ്പെടുത്തി. അദ്ദേഹത്തിന് പറയുകയാണ്, രക്ഷിക്കപ്പെട്ട ആളുകൾ സ്നാനപ്പെട്ടില്ല എന്ന കാരണത്താൽ അവരെ ദൈവസഭയുടെ അംഗങ്ങളായി കണക്കാക്കാതിരിക്കുന്നതും അവരെ കൂട്ടായ്മയിലേക്ക് കൈക്കൊള്ളാതിരിക്കുന്നതും ഗുരുതരമായ പാപമാണ്. എനിക്ക് അത്രയും വലിയ തീക്ഷ്ണമായ ഒരു കാഴ്ചപ്പാടില്ല. ഞാൻ വിശ്വസിക്കുന്നത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വേർപാടിന്റെ അനുഭവം ഉള്ളത്തിലേക്ക് വന്ന വിശ്വാസികൾ കർത്താവിന്റെ മേശയുടെ പങ്കാളികളായി പോകണമെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ വേർപാടുകാരുടെ അന്തർദേശീയ തലതൊട്ടപ്പന്മാരിൽ ഒരാളായിരുന്ന വില്യം മാഗ്നോണാൾ പറയുന്നത്, if he hesitate to accept a person who is born again but not baptized, because he is not baptized, that if he hesitate to provide him the bread and wine and accept him into fellowship, it's actually we are showing a hatredness toward the Redeemer who have redeemed him. മനസ്സിലാകുന്ന കൊല്ലും രക്ഷിക്കപ്പെട്ടതാണ്, എന്നാൽ സ്നാനപ്പെട്ടതല്ല. അവരെ കൂട്ടായ്മയിലേക്ക്, അപ്പവീഞ്ഞുകളിലേക്ക് നമ്മൾ സ്വീകരിക്കാത്ത പക്ഷം കർത്താവിനോടുള്ള വെറുപ്പാണ് നമ്മൾ കാണിക്കുന്നത്. ആരാ പറഞ്ഞേ? വില്യം മാഗ്നോണാൾ. ഇനി അത് കാണിച്ചതിനോട് രേഖ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രേഖ തരാം. അദ്ദേഹത്തിന്റെ MOS ബൈബിൾ കറസ്പോണ്ടൻസിന് വേണ്ടിയുള്ള
അദ്ദേഹത്തിന്റെ സഭയെക്കുറിച്ചുള്ള പുസ്തകം, ഈ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് ചർച്ച്, അതിനകത്താണ് അത് എഴുതിയിരിക്കുന്നത്. ഞാൻ അതിനേക്കാൾ കുറെ കൂടെ തെളിവായി വിശ്വസിക്കുന്ന ആളാണ്. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പാപമോചനം പ്രാപിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വാസ സ്നാനം സ്വീകരിച്ച വിശ്വാസികളായിരിക്കണം കർത്താവിന്റെ മേശയിൽ പങ്കാളികളാകേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെ, എന്നെ ഏതെങ്കിലും നിലയിൽ പല്ലിയെ കമ്പി അറ്റത്ത് കുത്തുന്ന പോലെ കുത്താൻ കിട്ടിയാൽ പിടിക്കാൻ ആൾക്കാർ ധാരാളം ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, എന്നാൽ അങ്ങനെ അല്ലാത്ത ധാരാളം ആളുകൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച്, നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ആധാരം ബൈബിളാണ്. ബൈബിൾ പ്രമാണം അനുസരിച്ച് ഒരു പാപി കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന പശ്ചാത്തലം വാട്ടെവർ ഇറ്റ് മേ ബി, he may be still standing in a Hindu background, but in his private life, just like Cornelius of Caesarea, that he must have accepted the Lord Jesus Christ in his heart. മനസ്സിലായോ? കൈസരിയയിലെ കൊർന്നലിയോസിനെ പോലെ, സെന്റൂരിയനായ കൊർന്നലിയോസിനെ പോലെ ഒരു അക്രൈസ്തവ വിഭാഗത്തിൽ നിൽക്കുകയും കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ധാരാളം ആളുകൾ ഒരു പക്ഷെങ്കിലും ഉണ്ടായിരിക്കാം. അപ്പൊ എന്നോട് പറഞ്ഞ ഒരാൾ പറഞ്ഞറിയാമോ, ഈ ഹി വാസ് റിയലി ബോൺ അഗെയിൻ ഹി വുഡ് നെവർ അഗെയിൻ ബൗ ബിഫോർ ദി ഐഡൽ. ഒരിക്കലും വിഗ്രഹത്തിന്റെ മുമ്പാകെ അവൻ നമസ്കരിക്കുകയില്ല. അരാം രാജാവിന്റെ ഈ സൈന്യാധിപനായിരിക്കുന്ന നയമാൻ, അവന് കുഷ്ഠരോഗ സൗഖ്യത്തിനായി ഇസ്രായേലിലെ പ്രവാചകനിൽ വന്നു. അവനെ പറഞ്ഞുവിട്ട് അവന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു മെയ്ഡനാണ്, വേലക്കാരി പെണ്ണ. അവൻ വന്ന് യോർദാനിൽ പ്രവാചകൻ പറഞ്ഞ പോലെ 7 പ്രാവശ്യം മുങ്ങി അവൻ കുളിച്ചു. അവന്റെ ചർമ്മം ഒരു ശിശുവിന്റെ ചർമ്മം പോലെയായി. അവൻ പരിപൂർണ്ണ സൗഖ്യം പ്രാപിച്ചു മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുമ്പോൾ അവൻ പ്രവാചകനോട് വാക്ക് പറഞ്ഞു, എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വാക്കാ. യജമാനെ, ദൈവപുരുഷനെ, ഞാൻ രാജാവിനൂടെ റിമ്മോന്റെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഞാൻ അവനോടുകൂടെ കുനിഞ്ഞു പോകുന്നത് അടിയനോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. എന്തായിരുന്നു അറിയാവോ? അദ്ദേഹം അരാം എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവിന്റെ കമാൻഡർ ഇൻ ചീഫാണ്. രാജാവ് പോകുന്നിടത്തൊക്കെ അദ്ദേഹത്തെ അകമ്പടി സേവിക്കുന്ന ആളാണ്. അത് അദ്ദേഹത്തിന്റെ തൊഴിലാണ്. അതായത് ഹി വാസ് ദി കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കിങ് ഓഫ് അരാം. അരാം രാജാവ് റിമ്മോന്റെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ കമാൻഡർ ഇൻ ചീഫും പോകണം. അവിടെ ചെല്ലുമ്പം പ്രോട്ടോകോൾ അനുസരിച്ച് എന്ത് ചെയ്യും? ഇവൻ കുനിയുമ്പോൾ ഇവനും കുനിയണം. അതുകൊണ്ട് അവൻ അവിടെയുള്ള ഐഡലിനെ നമസ്കരിച്ചു എന്ന അർത്ഥമുണ്ടോ? വ്യാഖ്യാനിക്കാൻ പറ്റുമോ? അത് സാധിക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെ തന്നെ തങ്ങളായിരിക്കുന്ന പശ്ചാത്തലങ്ങളിൽ ഒരു പക്ഷെങ്കിൽ വേർപെട്ട് പരസ്യമായി വരാൻ കഴിയാത്ത ധാരാളം ആളുകൾ ഉണ്ടാവാം. നമ്മുടെ കർത്താവായ യേശുവിന്റെ ഐഹിക നാളുകളിൽ നിക്കോദിമോസും അരിമത്തിലെ യോസേഫും യേശുക്രിസ്തുവിൽ വിശ്വസിച്ച രഹസ്യ ശിഷ്യന്മാരായിരുന്നു. പരസ്യ ശിഷ്യന്മാരായ ആരും, അതായത് പത്രോസ് തുടങ്ങി യോഹന്നാൻ വരെയുള്ള ആരും യേശുക്രിസ്തുവിന്റെ ശവം ചോദിക്കാൻ പീലാത്തോസിന്റെ പ്രിറ്റോറിയത്തിൽ ചെന്നില്ല. അതിനുള്ള ഗാഡ്സ് അവർക്കുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ക്രൂശീകരണം കഴിഞ്ഞപ്പോൾ ഇവരിൽ ഓരോരുത്തരും പോലും പുറത്തിറങ്ങി മൂത്രമൊഴിക്കാൻ പോലും ഭയമുണ്ടായിട്ട് യഹൂദന്മാരെ പേടിച്ച് വാതിലടിച്ച് അകത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് വരെ രംഗത്ത് വരാത്ത യോഹന്നാന്റെ സുവിശേഷത്തിൽ 2 പ്രാവശ്യം മാത്രം പേര് പരാമർശിക്കുകയും സാഹചര്യം പരാമർശിക്കുകയും നിക്കോദിമോസും അരിമത്തിയിലെ യോസേഫും അവർ ഇരുവരും കൂടെ പീലാത്തോസിന്റെ ഇടയ്ക്കിൽ വന്നിട്ട്, യജമാനെ, അവന്റെ ശരീരം ഞങ്ങൾക്ക് വിട്ടുതരണം എന്ന് അപേക്ഷിച്ചു. ആ ശരീരം വിട്ടുകൊടുത്തു. അവരാരായിരുന്നു? അവര് യേശുക്രിസ്തുവിന്റെ രഹസ്യ ശിഷ്യന്മാരായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെ പറയാണ്, യേശുവിന്റെ ശരീരമൊക്കെ വാങ്ങിച്ച് 100 രാത്രി സുഗന്ധമൊക്കെ ഇട്ടെങ്കിലും അവർ യഥാർത്ഥമായി വീണ്ടും ജനിച്ച ആളുകളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവർ അപ്പോസ്തലന്മാർ കൂടെ പരസ്യമായി വരികയും യേശുവിനോട് ഗലീലയിൽ യഹൂദിയയിലൊക്കെ നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇതിപ്പോ ഇങ്ങനെ വന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല. നിങ്ങളുടെ ഓശാരം കൊണ്ടാണ് ഒരാൾ സ്വർഗരാജ്യത്തിൽ പോകുന്നത്. അതോ എന്റെ ഓശാരം കൊണ്ടാണ് ഒരാൾ സ്വർഗരാജ്യത്തിൽ പോകുന്നത്? ഞാൻ തന്നെ അവിടെ ചെല്ലാൻ ഭാഗ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ഇവിടെ ഈ വില്യം ബൂത്ത് പല ഉപദേശിമാരും പല കഥകളാണ് പറയുന്നത്. അതിൽ ഒരിക്കല് ജോൺ വൈക്ലീഫ് സ്വർഗത്തിൽ പോയായിട്ട് ആൾ പറയുന്നു. അത് സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായിരുന്ന വില്യം ബൂത്ത് സ്വർഗത്തിൽ പോയതായി പറയുന്നു. വേറൊരു ഉപദേശ പ്രസംഗിച്ചോ വേറൊരു സാഹിബ് പോയതായിട്ടാണ് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരാളായിക്കോട്ടെ.
ഞാൻ പറഞ്ഞു കേട്ടുള്ളത് വില്യം ബൂത്തിനെ കുറിച്ചാണ് കേട്ടുള്ളത്. ഇനി അല്ല വേറെ ഒരാളാണെങ്കിൽ വൈക്ലീഫ് ആണെങ്കിൽ എനിക്ക് പ്രയാസമൊന്നുമില്ല. ഇനി വൈറ്റ്ഫീൽഡ് എനിക്ക് പ്രയാസമില്ല. അവർക്ക് മുമ്പുള്ള അനാബാപ്റ്റിസ്റ്റുകാരുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ലീഡേഴ്സ് ആരെങ്കിലും ആയിരുന്നെങ്കിൽ വില്യം ടിൻഡയിലോ ആരോ അവരാണെങ്കിലും പ്രശ്നമില്ല. ഏതായാലും ഇദ്ദേഹം സ്വർഗരാജ്യത്തിൽ ചെന്നു. സ്വർഗരാജ്യത്തിൽ ദൂതന്മാർ കൂട്ടിക്കൊണ്ട് പോയി. മനോഹരമായ സ്വർഗീയ കവാടം അത് കടന്നു. പിന്നെ ഈ നവരത്നങ്ങളാൽ അലങ്കൃതമാകുന്ന മനോഹര മന്ദിരങ്ങളും പിന്നെ 10 കമ്പിയുള്ള വാദിത്രം കൊണ്ട് കിന്നരം വായിക്കുന്ന പോലെയുള്ള മനോഹരമായ മ്യൂസിക്കൽ അക്കമ്പനിമെന്റൊക്കെയുള്ള കൊട്ടാരങ്ങളും തങ്കത്തെരിവീതികളും, സ്വർണത്തോട് അലർജിയുള്ള ആളുകൾ അങ്ങോട്ട് പോയേക്കരുത്, തങ്കത്തെരിവീതികളും പിന്നെ ശാന്തമായിരിക്കുന്ന വെള്ളപ്രാവുകളുടെ കുറുകുറുപ്പുമൊക്കെ ഉള്ള ഒരു സ്ഥലത്തും ജീവജലനദി ഒഴുകുന്ന ഒരു സ്ഥലത്തും കൂടെ ബൂത്തിനെ കൂട്ടിക്കൊണ്ട് ദൂതന്മാർ പോയി. അപ്പൊ ഈ തങ്കത്തെരിവീതികളുടെ ഇരു സൈഡിലുമായി നല്ല ദന്തമന്ദിരങ്ങളാൽ നിർമ്മിതമാകുന്ന ധാരാളം കൊട്ടാര സമാനമായ വീടുകളുണ്ട്. അപ്പം ഇതെല്ലാം കണ്ട് അതിശയിച്ചു നിൽക്കുന്ന ബൂത്ത് തന്നെ അക്കമ്പനി ചെയ്ത ദൂതനോട് ചോദിച്ചു, ഇത് ഇവിടെ റോമൻ കാത്തോലിക്കര് ആരെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞു ഒരെണ്ണം പോലും ഇവിടെയില്ല. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിനെ സുവിശേഷത്തിന്റെ പ്രവാഹം കൊണ്ട് തൂത്തുവാരിയ ഈ ചാൾസ് വെസ്ലി, ജോൺ വെസ്ലി, ഇവരുടെയൊക്കെ ശുശ്രൂഷ അവരാരെങ്കിലും ഉണ്ടോ? ചർച്ച് ഓഫ് ഇംഗ്ലണ്ടുകാര് ഒരെണ്ണം പോലും ഇവിടെയില്ലെന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത സ്പർജൻ പറഞ്ഞത് 17, 18, 16, 17, 18 നൂറ്റാണ്ടുകളിൽ ഇംഗ്ലണ്ടിൽ, അയർലൻഡിൽ, സ്കോട്ട്ലൻഡിൽ ജനിച്ചിട്ടുള്ള ഒരെണ്ണം പോലും നരകത്തിൽ കാണുകയുന്ന ഒരു അതിശയ ഹൈപ്പർബോളിക് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ അത്രയും ആളുകൾ അന്ന് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മെട്രോപൊളിറ്റൻ ടാബർനാക്കിൽ സ്പർജൻ പ്രസംഗിക്കുന്ന ഓരോ രാത്രിയിലും ആയിരക്കണക്കിന് ആളുകൾ കർത്താവിന്റെ രക്ഷകനെ സ്വീകരിക്കുമായിരുന്നു. അപ്പൊ ചോദിച്ചു, ഏതെങ്കിലും ചർച്ച് ഓഫ് ഇംഗ്ലണ്ടുകാർ? ഒരുത്തം പോലും അവിടെ ഇല്ല. അപ്പൊ ചോദിച്ചു, ആംഗ്ലിക്കൻസ്? അവരല്ല. മാർത്തോമാക്കാരെങ്കിലും? അവരുമില്ല. CSI, CNA ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ചിന്തിച്ചിനി താന്റെ വിഭാഗം, അതായത് ഇവിടെ മിലിറ്ററിയുടെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ഓഫീസേഴ്സിന്റെ റാങ്കിൽ ഒക്കെ വെച്ചേക്കുന്ന കേണലും ലഫ്റ്റനന്റ് കേണലും പിന്നെ അതുപോലെയൊക്കെയുള്ള ഉയർന്ന തസ്തിക കൊടുത്തിരിക്കുന്ന പാസ്റ്റേഴ്സ് ആകുന്ന വില്യം ബൂത്തിന്റെ സാൽവേഷൻ ആർമിയുടെ ആരെങ്കിലും ഉണ്ടോ ചോദിച്ചോ? അവരിലും ഒരെണ്ണം പോലും ഇവിടെ ഇല്ലെന്ന് തോന്നും പറഞ്ഞു. അപ്പൊ പിന്നെ ഈ കാണുന്ന ആയിരക്കണക്കിന് 10,000 സുന്ദരമായിരുന്ന ഈ വീടുകൾ ഇത് ആർക്കുള്ളതാണ്? ആരാണ് ഇവിടെ പാർക്കുന്നത്? അപ്പൊ ദൂതന ദേഹത്തെ കയ്യെ പിടിച്ചുകൊണ്ട് നമ്മൾ പോയി. കണ്ണത്താ ദൂരത്തിൽ നിശബ്ദമായിരുന്ന ഒരു വീതിയിലൂടെ മനോഹരമായൊരു ഓഡിറ്റോറിയം. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഒരു നിലയിലും എനിക്ക് നീളമോ വീതിയോ ഒന്നും മനസ്സിൽ ഊഹിക്കാൻ കഴിയുന്നില്ല. പ്രശാന്ത സുന്ദരമാകുന്ന ശാന്തതയിൽ കോടാനുകോടി വിശുദ്ധന്മാർ ശുഭ്രവസ്ത്രധാരികളായി അവർ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. അപ്പൊ ഇവരാരാന്ന് ചോദിച്ചു. ദൂതൻ പറഞ്ഞു, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരാണ് ഇവർ. അപ്പൊ ഒരു കാര്യം വില്യം ബൂത്ത് മനസ്സിലായി. സ്വർഗത്തിൽ ആംഗ്ലിക്കൻ സഭക്കാരില്ല, മെത്തഡിസ്റ്റുകാരില്ല, ലൂതറൻകാരില്ല, റോമൻ കത്തോലിക്കരില്ല, ഓർത്തഡോക്സ് യാക്കോബക്കാരില്ല, CSIക്കാരും CNAക്കാരുമില്ല, ബർദറൻകാരില്ല, കൃപാവരങ്ങളുടെ ഏറ്റവും വലിയ പ്രോക്താക്കളാകുന്ന പെന്തക്കോസുകാരില്ല, കരിസ്മാറ്റിക്കാരില്ല. പിന്നെ ആരുണ്ട്? ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാടിന്റെ ജീവോത്സവത്തിൽ പേരെഴുതിയ എല്ലാവരും. ഇതായിരിക്കണം സ്വർഗത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം. ഇതായിരിക്കുമ്പോൾ തന്നെ ഒരു വസ്തുകൂടെ ഞാൻ ഓർപ്പിച്ച് നിർത്താൻ ആഗ്രഹിക്കുക. വീഡിയോ നീണ്ടുപോകുന്നു, 22 മിനിറ്റ് കഴിഞ്ഞു. അതായത് നാം വിശ്വസിക്കുന്ന വിശ്വാസം അതേ നിലയിൽ വിശ്വസിക്കുവാൻ നമുക്ക് വചനത്തിന്മേൽ കർത്താവ് പ്രകാശം തന്നു. ദൈവത്തിന് സ്തോത്രം. അത്രയും പ്രകാശം ലഭിക്കാത്തവര് ഒരു പക്ഷെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത്രയും അംഗീകരിച്ചെന്ന് വരില്ല. അപ്പോഴും അവരിൽ രക്ഷിക്കപ്പെട്ട ആളുകളെ സ്വർഗീയ ഭവനത്തിന്റെ അംഗങ്ങളായും ക്രിസ്തുവേശുവിൽ സഹസഹോദരന്മാരായും പിതാവായ ദൈവത്താൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ടവരായും കർത്താവിന്റെ അവകാശമായും ദൈവസഭയുടെ അംഗങ്ങളായും നമുക്ക് കാണാൻ കഴിയുന്ന ദീർഘവീക്ഷണം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. അതുകൊണ്ടാണ് നിങ്ങളുടെ നീതി പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നതല്ല എങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല എന്ന് കർത്താവ് പറഞ്ഞത്. എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഉൾപ്പെടെ നിൽക്കുന്ന സഭയുൾപ്പെടെയുള്ള ഒരു സഭയും ഇന്ന് ഭൂമിയിലുള്ള ഒരു വിഭാഗവും പൂർണ്ണതയുള്ള വിഭാഗങ്ങളല്ല. പൂർണ്ണതയുള്ള വിഭാഗം
സാർവത്രിക സഭ മാത്രമാണ്. അവിടെ സ്വർണം ധരിക്കുന്നവരും ധരിക്കാത്തവരും, വർജിക്കുന്നവരും വർജിക്കാത്തവരും, രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെട്ട ശേഷം സ്നാനം സ്വീകരിച്ചവരും രക്ഷിക്കപ്പെട്ടവരും സ്നാനം സ്വീകരിക്കാത്തവരും, അങ്ങനെ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച എല്ലാവരും ഉണ്ടായിരിക്കും. അവരെ എല്ലാം കർത്താവ് നിമിത്തം ദൈവം ക്രിസ്തുവിൽ നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുന്ന കർത്താവ് പറഞ്ഞത്. നമുക്ക് ഉപദേശ വിഷയങ്ങളിലോ അഭിപ്രായങ്ങളിലോ വ്യാഖ്യാനവശത്തോ വൈവിധ്യത ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അന്യോന്യം അപലപിക്കാതെ ക്രിസ്തുവിൽ അവരെ സഹോദരന്മാരായി കാണുവാനും ബഹുമാനിപ്പാനും കഴിയുന്ന ഒരു മാനസിക വികാസം നമുക്കേവർക്കും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. സ്വർഗരാജ്യം ഏതെങ്കിലും ഭൂമിയിലെ ഒരു സ്വഭാവവിഭാഗക്കാരെ കുത്തകപാഠമായി ദൈവം നൽകിയതല്ല, മറിച്ച് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിൽ തകർക്കപ്പെട്ട അവന്റെ പരമയാഗത്തിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച ദൈവമക്കളുടെ അവകാശ ഭവനമാണ് സ്വർഗം. ഈ വിശാലത നിങ്ങൾക്കെല്ലാവർക്കും എനിക്കും സമർത്ഥമായി ഉണ്ടാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചെറിയ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുള്ള. താങ്ക് യു.